ഹലോ, ഞാൻ നിങ്ങളെ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പത്തനംതിട്ട വഴിയാണ് പോകുന്നത്. അവിടെ ഇപ്പോൾ എക്സിബിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ എത്ര പേരൊക്കെ പോയി കണ്ടു? താജ്മഹലൊക്കെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് കൊണ്ട് കാണാനുള്ള സമയമില്ലായിരുന്നു. കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് കാരണം കയറാനൊന്നും കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. നമ്മളിപ്പോൾ വെൺമണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് പുതിയതായിട്ട് പാലം പണിതതാണ്. നേരത്തെ വെള്ളപ്പൊക്കം വന്നപ്പം പഴയ പാലമൊക്കെ പോയി. അതിന് ശേഷം പുതിയതായിട്ട് പണിത പാലം കേട്ടോ. ഇതുവഴി പോയപ്പം ഒന്ന് ഇറങ്ങി കണ്ടേച്ച് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഒരു ദേവിയുടെ ടെമ്പിളുണ്ട് കേട്ടോ. ശാർങ്ങക്കാവ് അങ്ങനെയും കണ്ടാന്ന് തോന്നുന്നു അതിൻ്റെ പേര്. നല്ല അതായത് ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഒരുപാട് റീൽസ് ഇതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഉത്സവവും കാര്യങ്ങളുമൊക്കെ. അപ്പം ഇത് ഇത്രയും പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്തായാലും നല്ല നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പുറത്തെ സൈഡിൽ കൂടെ ചെന്നാൽ ഈ അമ്പലം കാണാൻ നല്ല ഭംഗിയാട്ടോ. ഞാൻ വേറെ ഒരിടത്തുമല്ല നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞ് ഇത് കണ്ടോ. എന്താ വൈബല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ചെങ്ങന്നൂരാണേ. ഇത് അധികകാലമായില്ല ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടേ. നല്ല രസമല്ലേ കാണാനൊക്കെ. നമുക്ക് കുടുംബമായിട്ടൊക്കെ വന്നിരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഉച്ച കഴിഞ്ഞ് പോയത് കൊണ്ടാവാം ആളുകളുടെ തിരക്കുകളൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നല്ലൊരു ശാന്തതയൊക്കെ ആയിരുന്നു ഇവിടെ കേട്ടോ. നല്ലൊരു ക്ലൈമറ്റും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും എന്താ പറയുക, അങ്ങനെ വലുതായിട്ടുള്ള മഴയൊന്നും ഇല്ലായിരുന്നു. ആ കാണുന്നത് അവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് കേട്ടോ. ആ പണിത് വെച്ചിരിക്കുന്ന ഭംഗി കണ്ടില്ലേ, അതെന്താ അടിപൊളിയാണല്ലേ. ഞാൻ കുറേ നേരം അതായത് നമുക്ക് ഇങ്ങനെ അങ്ങാറ്റം തൊട്ട് ഇങ്ങാറ്റം വരെയും നമുക്ക് നടക്കാം കേട്ടോ. ഞാൻ കുറേ നേരം അതുവഴിയൊക്കെ നടന്നു. പിന്നെ ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചൂണ്ടയൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് മീൻ പിടിക്കാമായിരുന്നു. അതൊരു വലിയ നഷ്ടമായിപ്പോയി കേട്ടോ. പിന്നെ എന്താ പറയുക, ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻ്റ് ഒന്ന് ചെയ്യണം കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്തു. ഈ നൈറ്റ് വൈബ് എന്നൊക്കെ പറയില്ലേ, അത് കണ്ടില്ലേ, എന്നാ അടിപൊളിയല്ലേ. നല്ല രസമല്ലേ കാണാനും ഒക്കെ. നമുക്ക് എന്താ പറയുക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും വരണം കേട്ടോ. കുടുംബമായിട്ടൊക്കെ വരികയും നമുക്ക് കുറേ നേരമൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പോകാം. അത്രയ്ക്ക് നല്ല വൈബുള്ള സ്ഥലമാണ്. പിന്നെയും കുറേ നേരമൊക്കെ അതുവഴി മഴയൊക്കെ കുറഞ്ഞപ്പോൾ അതുവഴിയൊക്കെ കുറേ നേരം നടന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറേ നമ്മൾ ഇറങ്ങി വരുമ്പോൾ കുറേ കടകളൊക്കെ ഉണ്ട്. അവിടെ പോയി ഞങ്ങൾ പാനിപ്പൂരിയും പിന്നെ മോമോസൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെയും കുറച്ച് നേരമൊക്കെ അതുവഴിയൊക്കെ നടന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് പോന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യണേ.